ഇന്ന് മാർച്ച് 10-ാം തീയതി. ഇത് ഒസാമ ബിൻ ലാദൻ ജനിച്ച ദിവസം കൂടിയാണ്. 1957 മാർച്ച് 10-നാണ് റിയാദിലെ കോടീശ്വരനായ മുഹമ്മദ് ബിൻ അവാദിന്റെ മകനായി ഒസാമ ബിൻ മുഹമ്മദ് ബിൻ അവാദ് ബിൻ ലാദൻ ജനിക്കുന്നത്. പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ ഒളിപ്പിച്ച ലാദനെ അമേരിക്ക കണ്ടെത്തി കൊലപ്പെടുത്തുമ്പോൾ അയാൾക്ക് 54 വയസ്സായിരുന്നു പ്രായം. 10 ലക്ഷം മനുഷ്യരുടെയെങ്കിലും മരണത്തിന് ഉത്തരവാദിയായ ബിൻ ലാദൻ ഒരിക്കൽ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായിരുന്നു എന്നതും ഒരു വലിയ തമാശ തന്നെയാണ്. എക്കാലത്തും അമേരിക്കയുടെ ശത്രുവായിരുന്ന സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാനിസ്ഥാനിലുള്ള സ്വാധീനം അവസാനിപ്പിക്കുവാൻ അമേരിക്ക ആയുധമാക്കിയത് ഈ സൗദിക്കാരനായ കോടീശ്വരനെയായിരുന്നു. അവസാനം അതേ ബിൻ ലാദൻ അമേരിക്കയ്ക്ക് വരെ ഭീഷണിയായി മാറുകയും ചെയ്തു. ഏറെ സുരക്ഷിതമെന്നും ശത്രുക്കൾക്ക് ഒരിക്കലും കടന്നു കയറാൻ പറ്റില്ലെന്നും വീമ്പിളക്കിയിരുന്ന നഗരത്തിലേക്ക് തട്ടിയെടുത്ത വിമാനങ്ങൾ ബിൻ ലാദന്റെ ആളുകൾ ഇടിച്ചു കയറ്റി. അത് അനേകം നിരപരാധികളുടെ മരണത്തിന് കാരണവുമായി. ബിൻ ലാദന്റെ മരണത്തിനും കാരണമായത് ഇതേ സംഭവം തന്നെയാണ്. പാകിസ്ഥാനിൽ നിന്നും കണ്ടെത്തി കൊലപ്പെടുത്തിയ ശേഷം ബിൻ ലാദന്റെ മൃതദേഹം ഒരു യുദ്ധക്കപ്പലിലാണ് അമേരിക്ക എത്തിച്ചത്. ഖബറടക്കിയാൽ അവിടെ സ്മാരകം ഉയരുമെന്ന കാരണത്താൽ ലാദന്റെ ശവം അമേരിക്ക കടലിൽ ഒഴുക്കി കളഞ്ഞു. ഇസ്ലാമിക ആചാരപ്രകാരം 24 മണിക്കൂറിനകം മയ്യത്ത് മറവ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ളിൽ തന്നെ കാറൽ വിൻസെന്റ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും ഒസാമ ബിൻ ലാദന്റെ ശരീരം അറേബ്യൻ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ബിൻ ലാദൻ കൊന്നുതള്ളിയ നിരപരാധികൾക്ക് ലഭിക്കാതിരുന്നതിനേക്കാൾ മാന്യമായ ഒരു സംസ്കാരം ബിൻ ലാദന് ലഭിച്ചു. ഇതായിരുന്നു ബിൻ ലാദന്റെ ശവസംസ്കാരത്തെ പറ്റി വൈറ്റ് ഹൗസ് പറഞ്ഞത്. ഈ ബിൻ ലാദനെ കുറിച്ച് മറ്റൊരു രസകരമായ കഥ കൂടെയുണ്ട്. അതാണ് ബാർഡോ ബിൻ ലാദൻ, അല്ലെങ്കിൽ ബിൻ ലാദന്റെ ബാർ. ബിൻ ലാദൻ നടത്തിയ ബാറല്ലെങ്കിലും ബിൻ ലാദന്റെ പേരിൽ ഒരു ബാറുണ്ട്. ബ്രസീലിലാണ് ഈ ബാർ ഉള്ളത്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബിൻ ലാദൻ ഒരു ഭീകരവാദിയാണെങ്കിലും ബ്രസീലിൽ ലാദൻ ഒരു കോമഡി കഥാപാത്രം പോലെയാണ്. അമേരിക്കയിലെ ടിൻ ടവർ ആക്രമണത്തിന് ശേഷം ബ്രസീലിൽ ഒരു വാർത്ത പ്രചരിച്ചു തുടങ്ങി. ലോകം തേടുന്ന ഒസാമ ബിൻ ലാദൻ സാവോ പോളോയിലുണ്ട് എന്നായിരുന്നു ആ വാർത്ത. എന്നാൽ ആ വിവരം തിരക്കി ചെന്നവർ കണ്ടത് അവിടുത്തെ ഒരു ബാറുടമയായ സിയർ ഫ്രാൻസിസ്കോ ഹെൽഡർ ബ്രാഗ ഫെർണാണ്ടസ് എന്ന ആളെയായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ ഇയാൾ ബിൻ ലാദനെ പോലെ തന്നെ ഇരിക്കുന്നു. കുറെ പേർ ഈ വിവരം അവിടുത്തെ പോലീസിൽ അറിയിച്ചു. അവർ വന്ന് നോക്കിയപ്പോൾ ആളെ മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ അതോടെ ഇയാൾ ബ്രസീലിൽ വളരെ പ്രശസ്തനായി മാറി. ഗാലേരിയ ഡോ റോക്ക് എന്ന പേരിലായിരുന്നു ഇയാളുടെ ബാർ ഉണ്ടായിരുന്നത്. പക്ഷേ തനിക്ക് കിട്ടുന്ന പ്രശസ്തി കണ്ട ഇദ്ദേഹം ബാറിന്റെ പേര് ബാർഡോ ബിൻ ലാദൻ എന്നാക്കി മാറ്റി. അതോടെ അവിടുത്തെ കച്ചവടവും കൂടി വന്നു. പല പ്രശസ്തരും അവിടെ വന്ന് ബിൻ ലാദന്റെ കയ്യിൽ നിന്നും 2 മേടിച്ച് കഴിക്കാറുമുണ്ട്.